ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റുകൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന രണ്ട് ആരോഗ്യ അടിയന്തരാവസ്ഥ എന്തൊക്കെയാ? ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡും. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചോ ആ രോഗികളെല്ലാം മരിച്ചു. സർക്കാർ പറയുന്നു ഞങ്ങളുടെ വിജയം. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? പിന്നെ വന്നതെന്താ? കോവിഡ്. കോവിഡിന്റെ പ്രത്യേകത എന്താ? ഈ രാജ്യത്തെ ഏറ്റവും അധികം കോവിഡ് രോഗികൾ ബാധിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം കേരളത്തിന്. ഈ രാജ്യത്തെ ഏറ്റവും അധികം ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ചതിന്റെ കണക്കിൽ രണ്ടാം സ്ഥാനം കേരളത്തിന്. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സർക്കാർ കോവിഡ് രോഗികൾ മരിച്ചതിന്റെ കണക്ക് പൂഴ്ത്തിവെച്ചതിന് ചരിത്രമുണ്ടെങ്കിൽ അതും ഈ സർക്കാരിന്. അങ്ങനെ ഈ ആരോഗ്യ മേഖലയാകെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരാരോഗ്യ വകുപ്പും അതിന്റെ മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും. മുൻപ് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് വരെ ആളുകൾ വിളിക്കുന്നുണ്ട് എന്നാണ്. അമേരിക്കയിൽ നിന്ന് വിളിക്കുന്ന വിളികൾ കേൾക്കുന്ന ഈ സർക്കാരിന് തലയോലപ്പറമ്പിലെ ഒരു സാധു സ്ത്രീയുടെ നിലവിളി കേൾക്കുവാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോ ഈ സർക്കാരിനോട് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇന്നലെ തകർന്നു വീണ ആ കെട്ടിടം പോലെ ഈ സർക്കാർ തകർന്ന് തരിപ്പണമാക്കും. ആ തകർന്ന് തരിപ്പണമാകുന്നതിന് മുന്നിൽ മുകളിൽ നിന്ന് ഈ ജനങ്ങൾ സംഹാര താണ്ഡവമാടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ന് സൂചിപ്പിക്കുന്നു.